അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ്, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന് ആൻസേഴ്സ് ആണ് ഈ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും ഒട്ടിക്കണം. ഒക്കെയാണ് ബി എഡിൻ്റെ റെക്കോർഡ് ടാസ്ക്. റെക്കോർഡ് ബുക്സ് ചെയ്യാനുള്ളത് അസൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ വാല്യുവേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യും. ഒക്കെയാണ്. അപ്പോൾ ഫൈനൽ ഇയറാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലേ, സെക്കൻഡ് ഇയർ ബി എഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് കോമേഴ്സ്. ഇതിൽ ടിക്കൻദ്രജിത്ത് യൂണിവേഴ്സിറ്റി ഗ്ലോബൽ അക്കാഡമി വഴിയാണ് ഈ യൂണിവേഴ്സിറ്റിയായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ എക്സാമിനേഷൻ അവർ അനൗൺസ് ചെയ്യുമ്പം ഇവിടെ എഴുതി കൊടുക്കും, എന്നിട്ടാണ് അയച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബി എഡ് ലൈഫ് ജേർണി. വാല്യുബിൾ ഡേയ്സ് ആർ ഗോയിങ് ഓൺ. ബി എഡ് വാല്യുബിൾ ഡേയ്സ് ഇതൊക്കെയാണ് റെക്കോർഡ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്. അത് കണ്ടില്ലേ, എക്സ്പ്ലെയിൻ SSA English RMSA ഉണ്ടല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ SSA English RMSA. അതിൻ്റെ റിലേറ്റഡ് സർവശിക്ഷാഭിയാൻ റൈറ്റ് ഫോർ ഓൾ ഒക്കെ പറഞ്ഞിട്ട് ചെയ്യണം. ഇമ്പാക്റ്റ് പൈ ചാർട്ട്സ് ഒക്കെ വെക്കണം എന്നാണ് നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മളോട് പറഞ്ഞത്. അതിന് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സർവശിക്ഷാഭിയാൻ പൈ ചാർട്ടാണ്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ടീച്ചർ ക്വാളിറ്റി മോട്ടിവേഷൻ ആയിരിക്കണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ഓൾ. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റും ഉണ്ട് ഇങ്ങനത്തെ അല്ലേ. പിന്നെന്താ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം സ്കൂളിലെ കാര്യങ്ങളൊക്കെ. സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഹോം എൻവറോൺമെൻറ്റ് സ്യൂട്ടബിൾ ഫെസിലിറ്റീസും ഏർപ്പെടുത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. ഈ സർവശിക്ഷാ അഭിയാനിൽ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞു കാണിക്കുന്നത്. ടീച്ചേഴ്സിന് ക്വാളിറ്റി ടീച്ചേഴ്സ് ആയിരിക്കണം. സ്റ്റുഡൻസിന് മോട്ടിവേഷൻ കൊടുക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം. അത് ഇതിൽ അത്യാവശ്യമായിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഈ ഒരു സിസ്റ്റത്തിന് പറയാം. ഇതാണ് നമ്മളെ ഫസ്റ്റ് പേപ്പർ ബി എഡ് ഫൈനൽ ഇയറിൻ്റെ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. സ്കൂൾ ബേസ്ഡ് ഉണ്ട്, അങ്ങനത്തെ കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് പഠിക്കാം. അതല്ല ഓൺലൈനായിട്ട് സാഹചര്യം മീൻസ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷനാണ് പ്രിഫറബിൾ. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് ഉണ്ടല്ലേ. വീൽ ചെയർ റിലേറ്റഡ്, ഇയർ എയ്ഡ് യൂസ് ചെയ്യുന്ന കുട്ടികൾ, ഡിസേബിൾഡ് കുട്ടികൾ, ഹിയറിംഗ് ലോസ്, ഹിയറിംഗ് എംപെയർഡ് ഒക്കെയാണ് ഇതിനെ അറിയുന്നത്. പിന്നെന്താ, ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ബുക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കുള്ള അസസ്മെൻറ്റ്സ് ടീച്ചേഴ്സ് ഇങ്ങനെ നടത്തണം, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ, ഹിയറിംഗ് എംപെയർമെൻറ്റ്. പിന്നെ ഈ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഓഡിയോഗ്രാം ചെയ്യുക ഹിയറിംഗ് എംപെയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ടീച്ചേഴ്സും ഡോക്ടർമാരായിട്ട് കണക്റ്റഡും കൂടി ആയിരിക്കണം അങ്ങനത്തെ കുട്ടികളെ റിലേറ്റഡ് ആകുമ്പോൾ. പിന്നെന്താ, നമ്മളെ സിവിയർ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് വരുമ്പോൾ എത്രയാണ്, പ്രൊഫൗണ്ട് എത്രയാണ്, മൈൽഡ് എത്രയാണ്, മോഡറേറ്റ് ഹിയറിംഗ് ലോസ് എത്രയാണെന്നൊക്കെയുള്ള ഒരു ചാർട്ടാണ്. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. ചിലത് ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ടെക്സ്റ്റ് ആൻഡ് റെഫറൻസ് വേണം, ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ട് റെഫറൻസ്. ടീച്ചേഴ്സ് അങ്ങനെയാണല്ലോ ചെയ്യാം. അതുപോലെ പിന്നെ പല നീഡ്സ് കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവർക്ക് പല അതിനുള്ള പ്രോഗ്രാംസ് കണ്ടിട്ട്, അവെയർനെസ് ക്ലാസ്സസ് കണ്ടിട്ട്. പിന്നെ സെറിബ്രൽ പാൽസി റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെ ടീച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അങ്ങനത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാം ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബ്രെയിൻ ഇഷ്യൂസുള്ള കുട്ടികൾ മീൻസ് ആക്സിഡൻറ്റ് റിലേറ്റഡ് സംഭവിക്കുന്ന ആ ഒരു ബ്രെയിൻ ഇഷ്യൂസ് അല്ല. ഇപ്പോൾ ബ്ലഡ് ക്ലോട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്റ്റിഫായി പോകും മസിൽസൊക്കെ, അങ്ങനത്തെ കുട്ടികൾ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ ഫസ്റ്റ് ബുക്ക് റെക്കോർഡ് ബുക്ക് ഏകദേശം കഴിഞ്ഞു. ഒരു പേജും കൂടി ഇങ്ങനെ എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത റെക്കോർഡ് ബുക്ക്സ് ഇങ്ങനെ എഴുതാനുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നൊരു വ്ളോഗായിട്ട് നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം. സോ ബൈ. The left side can be used for illustration and pictures. അതായത് പിക്ചേഴ്സ് ഒട്ടിക്കണം ഈ റെക്കോർഡ് ബുക്കിൽ. അപ്പോൾ അതാണ് റെക്കോർഡ് ബുക്ക്. അപ്പം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്. അപ്പം ഞാൻ BEd ഫൈനൽ ഇയറാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് തരിക ചെയ്യാം. അപ്പോൾ അതിനാണ് ഈ ഫെവി സ്റ്റിക്ക് വാങ്ങിയത്. അത് ഞാൻ ആമസോണിലാണ് വാങ്ങിയത്. അപ്പം കാണിച്ചു തരാം. ഇതാണ് ഒട്ടിക്കാനുള്ള പിക്ചേഴ്സുകൾ. കുറേ ഉണ്ട്. ഉണ്ടോ? ഇതിപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതാണ്. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്താണ്. വാട്സാപ്പിൽ അയച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഗ്ലോബൽ അക്കാഡമി വഴി ഞാൻ പഠിക്കുന്ന സ്ഥാപനം ഗ്ലോബൽ അക്കാഡമി കൊച്ചിയിലാണ്. ഞാൻ BEd പഠിക്കുന്നത്. BEd ഇപ്പോൾ ഫൈനൽ ഇയറാണ്. ഫസ്റ്റ് ഇയറിനും ഇങ്ങനെ തന്നെയായിരുന്നു. ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈനായിട്ട് ഒക്കെ ചെയ്യുകയാണ് BEd. കുറേ കുട്ടികളുണ്ട്, 63 കുട്ടികളുണ്ട്. പിന്നെ എന്താ, അപ്പോൾ അതൊക്കെയാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും കൊണ്ട് കാണിച്ചു തരാം. അടുത്ത സബ്ജക്റ്റിൻ്റെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ BEd സെക്കൻഡ് ഇയർ. ഇതിപ്പോൾ മാത്സ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് പേപ്പർ ഇയറിംഗ് എംപയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ റഹ്മാനിയ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ മാത്സ് റിലേറ്റഡൊക്കെ കണക്ക് വരുന്നുണ്ട്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഡയഗ്രാമൊക്കെ കണക്ട് ചെയ്യും. പിന്നെ അടുത്തത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ
അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ICT, ഓപ്പർച്യൂണിറ്റീസ്, ചാലഞ്ചസ്, പ്രൊഫൈൽ പ്രസൻറ്റേഷൻ്റെ PPT ഉണ്ടാക്കുന്നതിനുള്ള ഫീച്ചേഴ്സ്, ഇൻ്റർനെറ്റ് റിസോഴ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ടീച്ചിങ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഒക്കെയാണ് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്താണുള്ളത്. യൂണിവേഴ്സിറ്റി അയച്ചിരുന്നത്.